പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി മോണ്ടിസറി ടീച്ചർ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ 2023-24 ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. തലശ്ശേരി പാർക്കോ റെസിഡൻസിയിൽ കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുന്ന അടിത്തറ പാകേണ്ട ജോലി ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. അത്തരം കുട്ടികളെ പഠിപ്പിക്കാൻ അവരുടെ സൈക്കോളജിയും ചൈൽഡ് സൈക്കോളജിയും ശിശു മനഃശാസ്ത്രം വളരെ പ്രധാനമാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. അപ്പം ഇത്തരത്തിലുള്ള യാതൊരു രീതികളും രീതിശാസ്ത്രങ്ങളും ഒന്നും ഇല്ലാതെയാണ് പണ്ട് കാലഘട്ടത്തിൽ പ്രീ പ്രൈമറി സ്കൂളുകളൊക്കെ തന്നെ അധ്യാപികമാർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരും ഒക്കെ പ്രീ പ്രൈമറി സ്കൂളുകളിൽ അന്ന്, ഞാൻ 2000-ലെ കാര്യം പറയുന്നത് കേട്ടോ, അന്ന് അധ്യാപികമാരായിരുന്നു. പ്രത്യേകിച്ച് വലിയ അറിയപ്പെടുന്ന സ്കൂളുകളൊക്കെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ, അത് ചിലപ്പോൾ ഡിഗ്രി പോലും ഉണ്ടാവില്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് വലിയ വലിയ സ്കൂളുകളൊക്കെ പണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു 2000 കാലഘട്ടത്തിലൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോയാൽ മതി അല്ലേ. ഇഷ്ടം പോലെ മരിയ മോണ്ടിസോറി പറയുന്നുണ്ട്. മരിയ മോണ്ടിസോറി അവരുടെ എല്ലാ ക്ലാസ്സുകളും അവരുടേതായ ഭാഷയിലാണ് കൊടുത്തത്. ചടങ്ങിൽ പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമി പ്രിൻസിപ്പൽ പ്രഭിത ജയരാജ് അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം അധ്യാപിക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കുട്ടികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സ്കൂളുകളിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഈ ഒരു കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഈ ഒരു സിലബസും ടീച്ചിങ് എയ്ഡ്സുകളും അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടതാണ്. കാരണം ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ക്ലാസ് മാനേജ്മെന്റ് ആണ് അധ്യാപികയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്. കാരണം നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു 20 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ ഒരു അധ്യാപികയ്ക്ക് കഴിയണം. അതാണ് ഒരു അധ്യാപികയുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ആ അധ്യാപിക പരാജയമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ആ കുട്ടികളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു അധ്യാപികയ്ക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കും. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ചെയർമാൻ പ്രതാപ് മൊണാലിസ, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ അംഗങ്ങളായ രതീഷ് കുമാർ KR, KB മദൻലാൽ, ബിജു, ഷജിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നല്ല സാമൂഹിക അവസ്ഥയിലേക്ക് മാറണം എന്നതാണ് നമ്മൾ ഓരോ അക്കാദമിക് നമ്മൾ പുറത്തേക്ക് വിടുന്ന കുട്ടികളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഏകദേശം 2024 വരെ നമ്മുടെ ആഗ്രഹത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇനി അവിടെ നമ്മോട്ട് കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ടീച്ചർ എന്ന അവസ്ഥയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷന്റെ അല്ലെങ്കിൽ രൂപപ്പെടലിന് PSCയുടെ ശക്തമായ സിലബസും അതോടൊപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ പരിപൂർണ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്ന് ഉറച്ചു. എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടായിരിക്കുക. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആകുക എന്ന് തന്നെയാണ്. വർഷങ്ങൾ കഴിയുന്തോറും നമ്മൾ അപ് ടു ഡേറ്റ് അല്ലെങ്കിൽ നേരത്തെ പ്രതാപ് സാർ പറഞ്ഞ പോലെ മൂത്ത് നരകിച്ച് അങ്ങനെ പോകും. അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ ഓരോരുത്തരും. ചടങ്ങിന് പെർഫെക്റ്റ് മോണ്ടിസോറി അക്കാദമി അധ്യാപിക ഷൈനി രജീഷ് സ്വാഗതവും വിജിന സഞ്ജയ് നന്ദിയും പറഞ്ഞു. The duties and responsibilities that come with being a Montessori teacher. I'll always work
സമഗ്ര ന്യൂസ് തലശ്ശേരി.